ഹലോ ഗൈസ്, നമ്മളെ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളെ വീട്ടിൽ നമ്മൾ കുഞ്ഞൂസും ഉണ്ട് ഗൈസ്. നമ്മളിത് കൂടാൻ വന്നതാണ്. ഇന്നലെ വൈകിട്ട് വന്നതാണ്. ഡാൻസ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് കൂടാൻ വന്നത്. ഞങ്ങൾ 3-4 കൂടെ രാവിലെ 10 മണിയായി. എന്നിട്ട് ഇങ്ങനെ കിടക്കുക, എഴുതിക്കുന്നില്ല ഇവര്. അപ്പം നമ്മളിന്നൊരു മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. ചെറിയൊരു ലൈഫാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ. അച്ഛമ്മൻ്റെ വന്നിന്. അതാ അച്ഛൻ അവിടെ നിൽക്കുന്നു. മിസ്സായിട്ട് ചിരിക്കുകയായിരിച്ചു. മാങ്ങ ഒരു പണിയില്ലാണ്ട് വെറുതെ മാങ്ങ ചെത്തുന്നു. മാങ്ങ ഇല്ലാത്ത സമയത്ത് മാങ്ങ ഉള്ള സമയത്ത് മാങ്ങ ഇല്ലേ. ഇതെന്തിനാ മാങ്ങ ചമ്മന്തിയാ? അടുപ്പത്തെന്താ തിളയിക്കുന്ന? പരിപ്പ് കറി ചമ്മന്തി ഉണ്ടാക്കട്ടോ. മാങ്ങ ഇടുക, മാങ്ങ, ചെറിയുള്ളി, ചീരാമുളക് കേട്ടോ ഏറ്റവും നല്ലത്. പക്ഷെ ചീരാമുളക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറൊരു കുറുക്കയിലിട്ട മുളക് എടുക്കാമെന്ന് വിചാരിക്കുക. തേങ്ങ ഒന്നും അറിഞ്ഞൂടെ കഴിച്ചു. ഷോക്കൊരു കുറവില്ല. കുറച്ച് കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പച്ചമുളക് എടുത്തു ഗൈസ്. നമുക്ക് ചമ്മന്തി ആവും നോക്കാം. കട്ട് ചെയ്തോ. പഠിക്കാനുള്ള ദൊരയിൽ വണ്ടി എടുത്ത് ഓട്ടിച്ച് പഠിക്കുന്ന അഭയ് ദീപേഷ്, തുഴയുന്ന അഭയ്. എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം. സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ അച്ഛനെ കാണിച്ചു കൊടുക്കുക, അച്ഛനെ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ് അവൻ. എന്നിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കുക. ഇതിലായിരിക്കും നീ വീഴാൻ പോകുന്ന. സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ഫോട്ടം കണ്ടില്ലല്ലോ എന്നാണ് കുട്ടികളൊക്കെ ചോദിക്കുന്നത്. സ്വന്തമായിട്ട് വീട്ടിലെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാ. ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങൾ കാച്ചിലുണ്ടാക്കിയല്ലോ. കാച്ചിലും ചമ്മന്തി, ചായ, അവർ മുറുക്ക്, മുട്ട പുഴുങ്ങിയത്, ചായ. അപ്പോഴേ ന്യൂ ഇയറിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങ് അടുത്തെത്തി കേട്ടോ. അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന ഇപ്പോൾ ഷബിനേൻ്റെ വീട്ടിലാണ് കേട്ടോ. കുട്ടികളുടെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഹാദിയ റൈഹാനത്തും ഒക്കെയാണ് കേട്ടോ. സ്റ്റെപ്പ് എടുക്കുന്നതൊക്കെ അവരാണ് കേട്ടോ. പിന്നെ അവർ സകലകലാ വല്ലഭ്യകളായത് കൊണ്ട് അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ മക്കാനിയിൽ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. മക്കാനിയിൽ നല്ല തിരക്കാം, എപ്പോഴും ഇവിടെ തിരക്കാം. ഉണ്ട് മോളെ, ഉണ്ട്. ഇനിയും വരാനുണ്ട് ഐറ്റംസ്.
പറ്റിച്ചപ്പോൾ സന്തോഷമായില്ലേ? ആ എനിക്ക് ഡൗട്ടുണ്ട്. ഉണ്ട്, കട്ടെടുത്തോ. ഞങ്ങളെ പറ്റിക്കുന്നുണ്ടോ ഡൗട്ടുണ്ട്. ഓന് മെൻഷൻ ചെയ്തിടാം. അപ്പോഴേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇതാ അവിടെ ഡിസ്പ്ലേ വെച്ച ഫുഡൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഇലക്ഷൻ്റെ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ദിവസമായതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോഡിൽ. പിന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടും വലിയ തിരക്കില്ലായിരുന്നു. മാനൂരത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോഴേ മോൻ പറഞ്ഞതുപോലെ ഡേ ഇൻ ലൈഫൊന്നും അല്ല കേട്ടോ എടുത്തത്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ തറവാട്ടിലേക്ക് പോയത്, അത് കുറച്ച് വീഡിയോസ് എടുത്തതാണ്. പിന്നെ മോൻ റോഡിലൊന്നും വണ്ടി ഇറക്കത്തില്ല കേട്ടോ. ഞങ്ങളെ മുറ്റത്തു നിന്നാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുട്ടിയെടുത്തത്. അതിൻ്റെ ഒരു വിഷയമാക്കരുത് ആരും. മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയെന്നേ ഉള്ളൂ കേട്ടോ വണ്ടി. അപ്പം പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ച വിശേഷങ്ങളും ഞങ്ങളെ ന്യൂ ഇയർ പരിപാടീൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഒരു ഡേ ഇൻ ലൈഫ് എന്നുള്ളൊരു വീഡിയോ ഞാനിപ്പോൾ ഇട്ടത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.